സുഖമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മൊബൈലിൻ്റെ സ്പീഡ്, പിന്നെ എസ്പെഷ്യലി പഴയ മൊബൈൽ ഫോണുകൾ സ്പീഡ് കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ എന്തായാലും നോക്കുക. ഈ രണ്ട് സെറ്റിങ്സുകൾ എങ്ങനെ ഏത് സെറ്റിങ്സിൽ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്ര പഴയ ഫോണുകളാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പെർഫോമൻസ് കൂടുന്നതായിരിക്കും. ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം സുഹൃത്തുക്കളെ. അതിനാദ്യമായി എന്ത് ചെയ്യുക, നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷനെ നമുക്ക് എടുക്കണം. അതിനെന്താ ചെയ്യുക, അബൌട്ട് ഫോണിൽ പോയിട്ട് ഈ ബ്രാൻഡ് അതിൻ്റെ സംഭവമുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബിൽഡിംഗ് നമ്പറിൽ ഒരു 7 പ്രാവശ്യം 1 2 3 4 5 6 7 ഓക്കെ. അപ്പോൾ 7 പ്രാവശ്യം ഇതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഫോണിൻ്റെ പാസ്വേഡ് നമ്മളെന്താ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ യു ആർ നൗ ഇൻ ഡെവലപ്പർ മോഡ് ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഡെവലപ്പർ ഓപ്ഷന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻ കണ്ടോ, ഡെവലപ്പർ ഓപ്ഷൻ വന്നു. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ആക്കുക. ഓൾറെഡി എനേബിൾ ആണിത്. ഇത് ചെയ്യുക. രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇതിൽ ഈ സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സിൽ പോവാം. ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. അതിൽ റിമൂവ് അനിമേഷൻസ് സംഭവമുണ്ട്. ഇതിപ്പോൾ ഓണായിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഓൾറെഡി ഓണാണ്. ഇത് ഓണാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനുകൾ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നന്നായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇത്തരം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.